ഹായ് കൂട്ടുകാരെ, ഏവർക്കും നിങ്ങളുടെ സ്വന്തം ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ സിദ്ധി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദിയിലെ പാ മുതൽ മാ വരെ ഉള്ളതാണ് കേട്ടോ. പാ നമ്മൾ എങ്ങനെ പാ എഴുതും? എഴുതി നോക്കിയാലോ? വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, കാണണം, അതുപോലെ എഴുതുവാൻ ശ്രമിക്കുകയും വേണം കേട്ടോ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ റൗണ്ടായിട്ടിങ്ങനെ വരയ്ക്കാം. അതിനുശേഷം ഒരു വര, നീളനെ ഒരു വര താഴെ മുട്ടിക്കുക. മനസ്സിലായോ? യു പോലെ എഴുതി താഴേക്കൊരു വര. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? മേളിൽ തൂക്കിയിടും അല്ലേ, അശയിൽ തൂക്കിയിടുന്ന പോലെ. ഒന്നും കൂടെ യു എഴുതുക. അതിനുശേഷം മേളിൽ നിന്നും താഴേക്കൊരു നീളം വര, പിന്നെ എന്ത് ചെയ്യുന്നു? മേളിൽ ഒരു വര. അപ്പോഴെന്തായി? പായായി അല്ലേ? പാ. അപ്പോൾ പാ ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ പാ വെച്ചിട്ടുള്ള ഹിന്ദി വാക്കുകൾ നമുക്ക് നോക്കിയാലോ? ഓക്കെ. ഇപ്പോൾ അതിലുള്ളത് എന്താണ്? പതംഗാണ്. പതംഗ്. അതെങ്ങനെ എഴുതാം? പാ, താ, പിന്നെ ഗാ. അപ്പോൾ പതകയായുള്ളൂ. മേളൊരു ഡോട്ടും കൂടി ഇട്ടാൽ മാത്രമേ പതംഗ് ആവത്തുള്ളൂ. കൈറ്റ് എന്നാണ് അർത്ഥം കേട്ടോ. പട്ടം, പതംഗ്. പാ, പതംഗ്. ഒന്നും കൂടെ, പാ, പതംഗ്. ഓക്കെ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തതാണ് ഫ. എന്താണ്? ഫ. പായിൻ്റെ കൂടെ ഒരു ഹാ ചേർത്ത് പറയുക. കൂടെ പറയൂ, ഫ. അപ്പോൾ നമുക്ക് എഴുതാം നേരത്തെ പോലെ തന്നെ. പാ ആദ്യം എഴുതുക. എങ്ങനെയാണ്? യു എഴുതി മേലെയും താഴേക്കൊരു വര. അതിനുശേഷം ആ യുവിൻ്റെ ഈ ഭാഗത്ത് നിന്നും തിരിച്ച് റാ പോലെ ഒന്ന് എഴുതുക. മനസ്സിലായോ? എന്നിട്ട് മേളിലൊരു വരയിട്ട് പൂർത്തീകരിക്കുക. ഒന്നും കൂടെ പറഞ്ഞു തരാം. യു എഴുതുക, അതായത് പാ എഴുതുക എന്നുള്ളതാണ്. താഴേക്കൊരു വര, പിന്നെ അവിടെ നിന്നും ഇങ്ങോട്ടേക്കൊരു റാ. അതിനുശേഷം മേളിലൊരു വര. അപ്പോൾ എന്തായി? ഫ. എന്താണ്? ഫ. പായുടെ കൂടെ ഒരു ഹാ ചേർത്ത് വേണം പറയാൻ. എന്താണ്? ഫ. അല്ലാതെ പായിപ്പ ബായിപ്പ അങ്ങനെയല്ല. പ, ഫ. ഫ. ഓക്കെ. ഫ വെച്ചിട്ടുള്ളതാണ് ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സിൻ്റെ ഹിന്ദിയാണ് ഫൽ. ഫ. അതിനുശേഷം ലാ എഴുതുക. ഇങ്ങനെയാണ് ലാ എഴുതേണ്ടത് കേട്ടോ. ഫൽ. ഫല എന്ന് പറയരുത്, ഫൽ എന്ന് വേണം പറഞ്ഞ് നിർത്തുവാൻ. ഫൽ, ഫ്രൂട്ട്സ്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ ഒന്ന് താഴേക്കൊന്ന് വളച്ചെടുക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഫ, ഫൽ. ഇനി അടുത്തതിലേക്ക് പോകാം. അടുത്തതാണ് ബ. എന്താണ്? ബ. ബ എങ്ങനെ എഴുതേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ശ്രദ്ധിച്ച് നോക്കുക എങ്ങനെയാണ് എഴുതേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ആദ്യം നമ്മൾ ഇതുപോലെ ഒരു ഓവൽ ഷേപ്പിലോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലോ വരയ്ക്കുക. അതിനുശേഷം മേലെയും താഴേക്ക് ഒരു വര, എന്നിട്ട് അതിൻ്റെ ഇടയിൽ ചരിച്ചൊരു വര, എന്നിട്ട് മേളിലൊരു വര. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒന്നും കൂടെ പറഞ്ഞു തരാം. ആദ്യം ചെയ്യേണ്ടത്, ആദ്യം ഒരു റൗണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ വരയ്ക്കുക. എന്നിട്ട് മേലെയും താഴേക്കൊരു വര, ചരിച്ചൊരു വര, മേളിലൊരു വര. അപ്പോഴെന്തായി? ബായായി. എന്താണ്? ബാ. ബാ. നമ്മൾ ബാലേട്ടൻ്റെ ബാ. ഓക്കെ. അപ്പോൾ ബായായി. അപ്പോൾ ബാ വച്ചിട്ടുള്ള വാക്ക് നമുക്ക് നോക്കാം കേട്ടോ. അവിടെ തന്നിരിക്കുന്നത് ബത്തഖ് ആണ്. എന്താണ്? ബത്തഖ്. ബ, ത, ഖ. ക എന്നല്ല, ഖ എന്ന് വേണം പറയാൻ. ബത്തഖ്. താറാവ് എന്നാണ് അർത്ഥം കേട്ടോ. ബത്തഖ്, ബത്തഖ്. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ബ, ബത്തഖ്. ഇനി അടുത്തതിലേക്ക് പോകാം. അടുത്തതാണ് ബായുടെ കൂടെ ഒരു ഹാ ചേർത്ത് പറയേണ്ട ആളാണ്. ബായുടെ കൂടെ ഒരു ഹാ ചേർത്ത് ഒന്ന് പറഞ്ഞു നോക്കൂ. ഭ. എങ്ങനെയാണ്? ഭ. അപ്പോൾ ബായുടെ കൂടെ ഒരു ഹാ ചേർത്ത് പറയണം. അപ്പോൾ നമുക്ക് ഒന്ന് എഴുതി നോക്കാം. ശ്രദ്ധിച്ച് കാണുക. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഒന്നും കൂടെ കാണിച്ചു തരാം. ആദ്യം ഒരു ചുനുപ്പ്, അതുപോലൊരു ചുനുപ്പ്. മനസ്സിലാവും? ആദ്യം ഇങ്ങനെ റൗണ്ടായിട്ടെടുത്ത് പിന്നെയും ഇങ്ങനെ എടുത്ത് മേലീന്ന് താഴേക്കൊരു വര, പിന്നെ ഒരു വര. ഈ സൈഡിൽ ഒരിക്കലും വരയ്ക്കരുത്. ആ വരയുടെ മണ്ടയിൽ വേണം നമ്മൾ വരയ്ക്കുക. മനസ്സിലായോ?
ആ ഫായുടെ ആദ്യം തുടങ്ങുന്ന ഭാഗത്ത് വരയ്ക്കരുത്, ആ വരയുടെ മേളിൽ വേണം മേളിലുള്ള വര വരയ്ക്കാൻ. അപ്പോൾ ഒന്നും കൂടെ ഇങ്ങനെ ഇവിടെ വേണം വരയ്ക്കുക. മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പറയേണ്ടത് എങ്ങനെയാ? ബായുടെ കൂടെ ഒരു ഹാ ചേർത്ത് പറയുക. ഭ ഭ, അല്ലാതെ പായ്പ് വായ്പമ അങ്ങനെയല്ല. പ ഫ ബ ഭ, ബായുടെ കൂടെ ഒരു ഹാ ചേർത്ത് വേണം പറയാൻ. ഭ. മനസ്സിലായല്ലോ? ഓക്കെ, അത് വെച്ചിട്ടുള്ള വാക്ക് നോക്കാം. ഇവിടെ വീടാണ്, വീടിൻ്റെ ഹിന്ദിയാണ് ഭവൻ. ഭ വ അല്ലാതെ ഭവന എന്ന് പറയരുത്, അവസാനം വരുന്നതിന് പകുതിക്ക് പറഞ്ഞു നിർത്തുക. ഭ വ ഭവൻ. മനസ്സിലായല്ലോ? ഇനി അടുത്തതാണ് മ. എന്താണ് മ? എങ്ങനെ എഴുതേണ്ടത് നോക്കാം. ഇതുപോലെയാണ് മാ എഴുതേണ്ടത്. മാ എഴുതുമ്പോൾ ഫുള്ളായിട്ട് വരയ്ക്കണം കേട്ടോ മേളിൽ. അപ്പോൾ ഇങ്ങനെ താഴെ ഇങ്ങനെ കൊണ്ടുവരിക, അതിനുശേഷം റൗണ്ടാക്കി എടുത്ത് ഇങ്ങനെ, എന്നിട്ട് എന്ത് ചെയ്യണം? മേളിൽ നിന്ന് താഴേക്കൊരു വര, എന്നിട്ട് ഫുള്ളായിട്ടൊരു മേളിൽ വര കൊടുക്കുക. ഭായിക്ക് മാത്രമാണ് അങ്ങനെ കൊടുക്കാതെ വരിക. ഓക്കെ, അപ്പം മ. എന്താണ് മ? ഇവിടെ തന്നേക്കുന്നത് ഫിഷിൻ്റെ ഹിന്ദിയാണ് മച്ഛലി. മ ഛ, കേട്ടോ, ഛ ആണത്. ല ഈ ചിഹ്നമാണ്. ചിഹ്നത്തിൻ്റെ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, തീർച്ചയായിട്ടും കാണുക കേട്ടോ. മ ഛ ലി, ഹിന്ദിയിലെ ചിഹ്നങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. മച്ഛലി, ഫിഷ്. അടുത്തത് നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണെന്ന് നോക്കൂ. പ ഫ ബ, പിന്നെന്ത് പഠിച്ചു? അതെ, ഭ. അതിനുശേഷം പറയൂ, മ. ഇത്രയുമാണ് നമ്മൾ പഠിച്ചതല്ലേ? പ ഫ ബ ഭ മ. പ പതംഗ്, ഫ ഫൽ, ബ ബതക്, ഭ ഭവൻ, മ മച്ഛലി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പം നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. ഇതെന്താണെന്നൊന്ന് പറയൂ, ശ്രമിക്കൂ. അക്ഷരം പറഞ്ഞാലും മതി. എന്താണ്? അതെ, ബായാണല്ലേ. ബ ബതക്, കറക്റ്റ്. ഇനി അടുത്തത് ഇതെന്താണെന്നൊന്ന് പറയൂ. ഏത് അക്ഷരമാണ്? കറക്റ്റ്, മ മച്ഛലി. കറക്റ്റ്, വെരി ഗുഡ്. അടുത്തത് ഇതെന്താണ്? അതെ അതെ, കറക്റ്റ്, ഭ ഭവൻ. കറക്റ്റ്. ഇനി അടുത്തത് ഇതെന്താണ്? കറക്റ്റ്, പ പതംഗ്. കറക്റ്റ്, വെരി ഗുഡ്. അടുത്ത ഇതെന്താണ്? ഫ അല്ലേ? ഫ, കറക്റ്റ്, വെരി ഗുഡ്. അപ്പോൾ നിങ്ങളെല്ലാം പഠിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത് ബാക്കിയുള്ളവരുമായിട്ട് ഞാൻ തീർച്ചയായിട്ടും വരുന്നതാണ്. അതുവരെ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക, നോട്ടിലേക്ക് എഴുതിയെടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.